എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6270 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സൻ്റെ സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ എപ്സൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി എല്ലാം കിട്ടുകയുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഞ്ചിനീയർ വന്നാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഇൻസ്ട്രക്ഷനും എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അത് ഫ്രീ ആയിരിക്കും. പ്രിൻ്ററിൻ്റെ ബോക്സിൽ തന്നെ പുറത്ത് തന്നെ ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 001 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. അതേപോലെ എപ്സൻ്റെ പുതിയ ആപ്ലിക്കേഷനായ സ്മാർട്ട് പാനൽ ആപ്ലിക്കേഷനാണ് ഇതിന് മൊബൈൽ പ്രിൻറ്റിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഴയ വെർഷൻ എപ്സൺ ഐ പ്രിൻ്റ് എന്ന ആപ്ലിക്കേഷനും ഉപയോഗിക്കാം. കാരണം പുതിയ ആപ്ലിക്കേഷൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില ഫോണിൽ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് അവിടെ മുകളിൽ തന്നെ നമുക്ക് ഇങ്ക് ബോട്ടിൽസും പവർ കേബിൾ USB കേബിൾ എല്ലാം കാണാവുന്നതാണ്. ഇത് പവർ കേബിളാണ്, പ്രിൻ്ററിലേക്ക് പവർ എത്തിക്കുന്ന കേബിൾ. ഇത് USB കേബിൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ വയർഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. 4 ഇങ്ക് ബോട്ടിൽ, ഇനീഷ്യലായിട്ടുള്ള ഇങ്ക് ബോട്ടിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ, ഡ്രൈവർ CD ഉള്ളൊരു കിറ്റാണത്. യൂസർ മാനുവലെല്ലാം വായിച്ച് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി 2 തെർമോ കോപ്പീസുകളും നമുക്ക് പ്രിൻ്ററിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഈ പ്രിൻ്ററിൽ കാണുന്ന ഈ കവർ റിമൂവ് ചെയ്യണം. ഓക്കെ, കവർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബ്ലൂ സ്റ്റിക്കർ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ പവർ ഓൺ ചെയ്യാൻ പാടില്ല. കാരണം ഇനിയും നമുക്ക് 2-3 പ്രോസസ്സ് ചെയ്യാനുണ്ട്. ആദ്യത്തെ 2-3 പ്രോസസ്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ ഈ ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം നിങ്ങൾ. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ കൂടെ 4 ഇങ്ക് ബോട്ടിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ. അതേപോലെ തന്നെ 001 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ക് ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 001 സീരീസ് ഇങ്ക് എന്ന് തന്നെ ചോദിച്ച് വാങ്ങണം. കഴിയുന്നത് ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ സ്കാനർ മൊഡ്യൂൾ 45 ആംഗിൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഇങ്കാണ്. അപ്പോൾ ടാങ്ക് ഓപ്പൺ ആണ്. ബ്ലാക്ക് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിലിലെ ടോപ്പ് റിമൂവ് ചെയ്തു.
അതിനുശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. നമുക്ക് ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഒരു ബ്ലാക്ക് ഷെയ്ഡിങ്ങിന് ആവുന്നത് കാണാം. അത് ഇങ്ക് ഫില്ലാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബ്ലാക്ക് ഇങ്ക് ഏകദേശം അപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാൻ ഇങ്കാണ്. സിയാൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് ബോട്ടിൽ ജസ്റ്റ് പ്രിൻ്ററിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ടാങ്കിലേക്ക് മാത്രമേ ബോട്ടിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ സിയാൻ ഇങ്കും അതേപോലെ ജസ്റ്റ് ഒന്ന് ടാങ്കിൻ്റെ നോബിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഓൺലൈനിൽ ഇങ്ക് വാങ്ങാതിരിക്കാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കുകളൊന്നും ഉപയോഗിക്കരുത്. ഈ സെയിം സീരീസ് ഇങ്ക് തന്നെ ഉപയോഗിക്കണം. അതും മറ്റൊരു കാര്യമാണ്. എപ്സൻ്റെ മറ്റ് സീരീസ് ഇങ്കുകളൊന്നും ഇതിൽ യൂസ് ചെയ്യാനും പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സിയാൻ ഇങ്ക് ഫില്ല് ചെയ്തു. അതിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് മജന്ത ഇങ്കാണ്. അപ്പോൾ മജന്ത ഇങ്കിൻ്റെ ബോട്ടിലെടുത്തു. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മജന്ത ഇങ്കും ഫില്ലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. അപ്പോൾ യെല്ലോ ഇങ്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ ജസ്റ്റ് ആ ടാങ്കിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. വീഡിയോയിൽ കാണുന്ന പോലെ. ഓക്കെ, ഇങ്ക് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ 4 ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ബോട്ടിൽ എടുക്കുന്നു, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിൽ മെയിൻ ഡോറും ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളത്. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലായിട്ടാണ് കണക്ടിവിറ്റി ഭാഗങ്ങൾ വരുന്നത്. അതിലാദ്യം നമ്മളിപ്പോൾ ചെയ്യുന്നത് പവർ കേബിൾ മാത്രം കണക്ട് ചെയ്ത് പ്രിൻ്ററിനെ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പവർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റർ പവർ ഓൺ ചെയ്യുന്നു. പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്താണ്ട് പ്രിൻ്റർ ഓൺ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ ഈ സമയത്ത് UPSലേക്കോ അല്ലെങ്കിൽ ബാക്കപ്പ് സോഴ്സിലേക്കോ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, പവർ ഓൺ ചെയ്തു പ്രിൻ്റർ. കുറച്ച് നേരം അതിൻ്റെ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഡിസ്പ്ലേ ഫസ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു QR കോഡും താഴെ ചെറിയൊരു കണ്ടിന്യൂ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പ്രോസസ്സിങ് ഉണ്ടാകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പ്രിൻ്റർ പവർ ഓഫ് ആവാൻ പാടില്ല ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ പ്രോസസ്സിങ്ങിന് ശേഷം ഡിസ്പ്ലേയിൽ ഇതേപോലെ ഒരു കമാൻഡ് വരും. സി ദ സ്റ്റാർട്ട് ഹെർ ബണ്ടിൽ ദ പ്രിൻ്റ് ഓർ വെബ്സൈറ്റ് കംപ്ലീറ്റ് ഇനീഷ്യലൈസേഷൻ എന്നുള്ളൊരു ഇത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലേ, ഇതൊരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ കമാൻഡ് മാറിയാണ്ട് ഇതേപോലെ ഇങ്ക് ഫില്ല് ചെയ്തു എന്നുള്ള ചെറിയൊരു കമാൻഡ് ചോദിക്കും. അവിടെ നമ്മൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊസീഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓക്കെ എന്നുള്ളത് വെച്ച് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്യുക. യെസ്, 5 സെക്കൻഡ് നമ്മൾ ആ ഒരു ബട്ടന് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ ബട്ടണ് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഞാൻ ലോങ് പ്രസ് ചെയ്ത് വിളിക്കുന്നു. ഓക്കെ, ഇനി സ്റ്റാർട്ട് എന്നുള്ളത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. 10 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റിന് ശേഷം കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ടു അഡ്ജസ്റ്റ് എന്നുള്ള ഈ താഴെ കാണുന്ന ഈ ഓപ്ഷന് ഓക്കെ എന്ന് വെച്ചാണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ് ലേറ്റർ എന്നുള്ളത് കൊടുക്കുക. നമുക്ക് പേപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് അലൈൻമെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ പ്രിൻ്ററാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ലേറ്റർ എന്നുള്ളതോ അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ളതോ ചെയ്യുക.
ഇവിടെ ഇപ്പോൾ തൽക്കാലം ഡിസ്മിസ് എന്ന് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ പേപ്പർ സൈസ്, പേപ്പർ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് നമ്മൾ നോർമലി ഈ മോഡൽ പ്രിൻ്ററിന് A4 പേപ്പറും പ്ലെയിൻ പേപ്പറാണ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി സ്കാനർ ഗ്ലാസ്സിൽ നമുക്ക് ചെറിയൊരു ഡോക്യുമെൻ്റ് വെച്ചാണ്ട് ഒരു ഫോട്ടോ കോപ്പി കൊടുത്ത് നോക്കാം, നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റഡ് ആണോ അല്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലാസ്സിൽ ഞാൻ ഡോക്യുമെൻ്റ് വെച്ചതിന് ശേഷം നമ്മുടെ പ്രിൻ്ററിൻ്റെ ഡിസ്പ്ലേയിൽ പോയി ഞാൻ കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഫോട്ടോ കോപ്പിക്ക് ഈ മെത്തേഡാണ് ഉപയോഗിക്കൽ. എന്നിട്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. പ്രിൻ്റ് ചെയ്താണ്ട് പേപ്പർ പുറത്തോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഫോട്ടോ കോപ്പിയിൽ പ്രിൻറ്റിങ് വന്നത്. ഇനി നിങ്ങൾക്ക് USB കേബിൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് അവസാനം ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ USB കേബിൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിൽ സ്കാനിങ് ചെയ്ത് നോക്കാം ആദ്യം. അതിന് Epson സ്കാൻ ടു എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ സ്കാനിങ് ഓക്കെയാണ്. കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തു ഞാൻ. അപ്പോൾ ഇവിടെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻ്റ് ചെയ്ത് പേപ്പർ പുറത്തോട്ട് വരുന്നു. അങ്ങനെ പ്രിൻ്റർ വിൻഡോസ് ടെസ്റ്റ് പേജും ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പ്രിൻ്റർ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവർ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. എങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.